ഹലോ, ഗുഡ് മോർണിംഗ്. ഈ പ്ലാന്റ്സ് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ്. ആക്ച്വലി അവർ ഗാർഡനിങ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ്സ് ഞാൻ പറക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാനത് നടാൻ പോവുകയാണ്. കുറച്ച് വാടിയിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്നിട്ട് ഇന്നാണ് നോക്കുന്നതല്ലോ അതിൻ്റെ. ചൈനീസ് ബനിയൻ എന്നാണ് ഇതിൻ്റെ പേര്. പല പല ഹോട്ടലുകളുടെ ഓഫീസുകളുടെ ഒക്കെ ഫ്രണ്ടിൽ ഗാർഡൻ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഇതിനെ പല രീതിയിൽ വളർത്തിയെടുക്കാം. ഒന്നെങ്കിൽ മണ്ണിൽ നടാം, ഡ്രൈ മണ്ണിൽ, ഇല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഏതെങ്കിലും ബ്രാഞ്ചിലും പിടിപ്പിച്ച് വളർത്താവുന്നതാണ്. സത്യത്തിൽ എനിക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാനാണ് താല്പര്യമെങ്കിലും അതിനുള്ള സമയവും പേഷ്യൻസും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം മണ്ണിൽ നടുകയാണ്. ഇപ്പോൾ ഞാനിത് ഇവിടെ ഈ കോർണറിൽ വെക്കുകയാണ്. കാരണം വെയിൽ തട്ടിയാൽ ഇത് വീണ്ടും കരിഞ്ഞു പോകുമെന്നുള്ളൊരു ഡൗട്ടിൽ. പ്ലാന്റ്സ് എങ്ങനെ നടണം എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഞാൻ പോട്ടിൽ നട്ടിട്ട് ഒരു 2 എണ്ണം ഞാൻ ഇതേ മണ്ണിൽ നടുകയാണ്. ഒരു വേള ഇതാണ് ബെറ്റർ വേ ഓഫ് പ്ലാന്റിങ് എങ്കിലോ. ചൈനീസ് ബനാന അല്ലാതെ ഒരു യെല്ലോ ഒലിയാൻഡറിൻ്റെ തണ്ടും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ഇവിടെ തന്നെ തൊട്ടടുത്ത് നടുകയാണ്. ഇത് വെയിലത്ത് വളരേണ്ടതാണെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ കയ്യിൽ പോട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തൽക്കാലം ഇവിടെ നടുകയാണ്. ഇവിടെ വാഴച്ചോട്ടിൽ ഈ ചെടി വളരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്, പക്ഷേ ഇത് സിങ്കോണിയമാണ്. വളരെ അഡാപ്റ്റീവ് ആയിട്ടൊരു പ്ലാന്റ് ആണ്. ഇത് മണ്ണിൽ നടാം, മരത്തിൽ നടാം, വെള്ളത്തിൽ നടാം, ഇൻഡോർ ആയിട്ട് നടാം, ഔട്ട്ഡോർ ആയിട്ട് നടാം, വെയിൽ ഏത് കണ്ടീഷനിലും ഓക്കെയാണ്. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം കട്ട് ചെയ്ത് 3 ബോട്ടിലുകളിലേക്കായിട്ട് നടുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, എൻജോയ് യുവർ ലൈഫ്, ടേക്ക് കെയർ, ബൈ.